നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരമ്മയും മോളും. ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ. തൽക്കാലം അപ്പച്ചി വരണ്ട. ശരി മോളെ. പാവ ഐശ്വര്യമോള് ആദ്യ കയറി വല്ല അറ്റാക്കും വരുമോ ആവും. ശ്യാമേ, എന്താ എടുത്തേ? എല്ലാം അങ്ങ് സെറ്റായി അല്ലേ? എന്താ? അല്ല, ആഭരണവും വസ്ത്രമൊക്കെ കൊണ്ടുവന്നു. അതൊക്കെ പൂജയും വെച്ചു. പിന്നെ അമ്മയായിട്ട് കട്ട കമ്പനി. അങ്ങനെ കാര്യങ്ങൾ മൊത്തം അങ്ങ് സെറ്റായല്ലേ എന്ന് ചോദിച്ചതാ. എടുത്തെന്തോ കുത്തി പറയാന്ന് എനിക്ക് മനസ്സിലായി. എന്നാലും പറയാം. എനിക്കിപ്പോ ചില സന്തോഷമൊക്കെ ഉണ്ട്. അത് മറച്ചു വെക്കുന്നില്ല. എന്നെ അങ്ങ് തോൽപ്പിച്ച് കളയാന്ന് തോന്നുന്നുണ്ടാവും അല്ലേ? അതിന് ഐശ്വര്യടുത്ത് എപ്പോഴാ ജയിച്ചിട്ടുള്ളത്? എടുത്തേ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വലിയ മോഹങ്ങളോ വലിയ സ്വപ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു മുറിയിൽ എന്റെ ദൈവത്തിനൊപ്പം എന്റെ അഖിൽ സാറിനൊപ്പം സമാധാനത്തോടെ ജീവിക്കാം, അതേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷേ ഐശ്വര്യടുത്ത് എന്നെ ഇല്ലാതാക്കാൻ നോക്കി, എന്റെ ജീവിതം ഇല്ലാതാക്കാൻ നോക്കി. സഹിച്ച് അങ്ങ് അറ്റായപ്പോഴാണ് ഞാൻ എന്തെങ്കിലും തിരിച്ചു പറയാൻ തുടങ്ങിയത് തന്നെ. കമ്പനിയിൽ ഒരു സ്ഥാനത്ത് ഞാൻ എത്തിയത് അതെന്റെ കഴിവുകൊണ്ടാ. ദേ, അമ്മ ഇപ്പൊ എന്നോട് സ്നേഹം കാണിക്കുന്നത് ഞാൻ പൂജിക്കുന്ന എന്റെ ദേവന്റെ ശക്തി കൊണ്ടായിരിക്കും. എനിക്കൊരപേക്ഷയുണ്ട്, എന്റെ സന്തോഷം ഇല്ലാതാക്കരുത്. ഞാൻ ഐശ്വര്യടുത്തേക്ക് ഒരിക്കലും ഒരു ഭീഷണിയാവില്ല. അതുകൊണ്ട് എന്നെ വിട്ടേക്കണം. നീ എനിക്കൊരു ഭീഷണി തന്നെയാ. അതുകൊണ്ട് നിന്നെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. ജീവിതത്തിൽ ഞാൻ രണ്ടാമതായി പോയത് നീ ഈ വീട്ടിൽ വന്നതിന് ശേഷം. എന്റെ ഭർത്താവ് എന്ന് പറയുന്ന ആ വിഡ്ഢി പോലും എനിക്ക് തരുന്നതിലും വലിയ സ്ഥാനം നിനക്ക് തന്നിരിക്കുക. അതൊക്കെ കണ്ട് ഞാൻ സഹിച്ചിരിക്കുമെന്ന് നീ കരുതണ്ട. അങ്ങനെ ഞാൻ ഒരിക്കലും കരുതില്ല ഏട്ടത്തി. താലി കിട്ടിയ ഭർത്താവ് വിട്ടിയെന്ന് മറ്റൊരാളോട് പറയുന്നു. അപ്പൊ തന്നെ അറിയാലോ ഏടത്തി എന്ത് പ്രവൃത്തിയായി ചെയ്യുന്നതെന്ന്. പക്ഷെ എനിക്കൊരു അപേക്ഷയുണ്ട്. ഈ 15-ാം തീയതി നടക്കാൻ പോകുന്ന എന്റെ വിവാഹ ചടങ്ങ് അത് നശിപ്പിക്കാൻ നോക്കരുത്. തുറന്നു പറയാൻ ഞാൻ സ്വപ്നം കാണുന്ന ദിവസം അത്. ജീവിതത്തിൽ കൈവന്ന മറ്റു സന്തോഷങ്ങളൊക്കെ പോയാലും ഈ 15-ാം തീയതി നടക്കുന്ന താലികെട്ട് അത് നടന്നേ പറ്റൂ. എടുത്തി എന്റെ അപേക്ഷ, ദയവേദി സന്തോഷം ഇല്ലാതാക്കരുത്. എന്റെ സന്തോഷം ഇല്ലാതാക്കിയപ്പോ ഓർക്കണമായിരുന്നു ഇതൊക്കെ. എന്നുവെച്ചാ എടുത്തി എന്റെ വിവാഹ ചടങ്ങ് ഇല്ലാതാക്കും എന്നാണോ? എടുത്തിയുടെ മനസ്സിൽ അതാണ് ഉദ്ദേശമെന്ന് എനിക്കറിയാം. പക്ഷെ അത് നടക്കാൻ പോകുന്നില്ല എടുത്തി. നോക്ക്, മറ്റെന്തെങ്കിലും തരത്തിലായിരിക്കും നിന്റെ കല്യാണം മുടങ്ങുന്നത്. അതിന്റെ ഉത്തരവാദിത്തം എന്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി ഇപ്പോഴേ ഒരുന്ന് പറഞ്ഞുണ്ടാക്കണ്ട. ഞാൻ പറഞ്ഞുണ്ടാക്കുന്നതല്ല എടുത്തി. എടുത്തിയോട് ഞാൻ വ്യക്തമായിട്ട് പറയുന്നതാ, ജീവിതത്തിലെ എന്റെ ഏറ്റവും വലിയ സ്വപ്നം ഇത്. ഇതില്ലാതാക്കാൻ നോക്കിയാ ഞാൻ സഹിക്കില്ല. എന്റെ ശ്യാമക്കുട്ടി, ഞാൻ തന്നെ ദേഷ്യം പിടിപ്പിക്കാനാ കളിയാക്കിയത്. ലൈറ്റിനെ കുറിച്ചാ പറഞ്ഞെന്ന് വെറുതെ പറഞ്ഞതാ, ഒരു തമാശ. ഞാൻ തമാശ പറഞ്ഞെന്ന് തനിക്ക് മനസ്സിലായില്ല?
എന്റെ യഥാർത്ഥ വെളിച്ചം താനാടോ. ദേ, തന്റെ ഉണ്ണികൃഷ്ണനാണ് സത്യം. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ കാര്യ, അതൊന്നുകൂടി ഞാൻ പറയാം. താനില്ലാത്ത ജീവിതം അതെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. സത്യാടോ. ഇനി ഒന്ന് ചിരിച്ചേ. ഏയ് പോരാ, നല്ലോണം ചിരിക്കാം. തനിക്ക് മനസ്സിലായില്ലേ തന്നെ വട്ടാക്കാൻ പറഞ്ഞാന്ന്? അതല്ല, ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് കരുതി അങ്ങ് ആകാശം മുട്ടി നിൽക്കായിരുന്നു. പെട്ടെന്ന് സാർ ലൈറ്റിനെ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞപ്പോ തന്റെ ഈ പൊട്ടത്തരം കൂടി ചേരുമ്പോഴാ എനിക്ക് കൂടുതൽ ഇഷ്ടാവുന്നത്. ഓ, ഇത് 7 ദിവസങ്ങൾ കൂടി പെട്ടെന്ന് കടന്നു കിട്ടിയിരുന്നെങ്കിൽ. ആലോചിച്ചാൽ നല്ല രസമുണ്ട്. 2 വട്ടം കല്യാണം കഴിഞ്ഞവർ, ഒരേ മുറിയിൽ ഒന്നിച്ചു കഴിഞ്ഞവർ, അവർക്കിതാ 3ാമത്തെ കല്യാണം. അവർക്കിതാ 3ാം കല്യാണം എന്നല്ല, അവർക്കിതാ യഥാർത്ഥ കല്യാണം. അങ്ങനെ വേണം പറയാൻ. ഇനി ഞാനൊരു കാര്യം സീരിയസ് ആയിട്ട് പറയട്ടെ. എന്താ സർ? നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ദിവസങ്ങളാ ഇനി മുന്നിൽ. എന്താ സർ? എന്നുവെച്ചാ ഈ കല്യാണം നടക്കാതിരിക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ചു പേരെങ്കിലും നമുക്ക് ചുറ്റുമുണ്ട്. ഐശ്വര്യടുത്തെ ജഗന്നാഥൻ, ആ ടീമിലേക്ക് ഇപ്പോ പുതിയൊരാൾ കൂടി എത്തിയിരിക്കുക. SI ജയേഷ്. തന്നെ പേടിപ്പിക്കാൻ പറഞ്ഞല്ല, ചെറിയൊരു മുൻകരുതൽ വേണം. SI ജയേഷ് ആരാ സർ? ഞങ്ങളുടെ ഒരു അകന്ന ബന്ധുവാ. കോളേജിൽ ഒരുമിച്ചായിരുന്നു. അവനൊരു ക്രിമിനലാ. പണ്ട് മുതലേ ശത്രുതയായിരുന്നു. അവൻ ഈ സ്റ്റേഷനിലെ ചാർജ് എടുത്തിട്ടുണ്ട്. താൻ പേടിക്കണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ചെങ്കൽ അമ്പലത്തിൽ പോയി തൊഴുതു വരുന്നതോടെ എല്ലാ തടസ്സങ്ങളും പൂർണ്ണമായിട്ട് മാറും. അതെ, എത്രയും പെട്ടെന്ന് ചെങ്കൽ ക്ഷേത്രത്തിൽ പോയി തൊഴുതു വരണം. തടസ്സമൊന്നും ഉണ്ടാവില്ലല്ലേ സർ? ഞാൻ പറഞ്ഞത് അബദ്ധമായല്ലോ. എടോ, വെറുതെ ഒന്ന് സൂചിപ്പിച്ചതാ. താൻ ടെൻഷനാവല്ലേ? കല്യാണം മുടക്കാൻ ഐശ്വര്യടുത്ത് എന്തെങ്കിലുമൊക്കെ നീക്കങ്ങൾ നടത്തുമായിരിക്കും, അതുറപ്പാ. എന്താ ചെയ്യാന്ന് നമുക്കൊന്ന് നോക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.